ഇപ്പോൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. അവിടെ കലൂരിൽ റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടികളെ ഒരു സംഘം യുവാക്കൾ ആക്രമിച്ചു. കമന്റ് അടിച്ചത് ചോദ്യം ചെയ്തതിനായിരുന്നു ആക്രമണം. ഈ യുവാക്കൾക്കൊപ്പം സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നതാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ CCTV ലഭ്യമായ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. പുലർച്ചെ 4 മണിക്കാണ് സംഭവം. തിരിച്ച് റൂമിലോട്ട് പോകുന്ന സമയത്ത് 8 ആളുകൾ അവിടെ സംഘം ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇവർ പോകുന്ന വഴിയിൽ 8 ആളുകൾ സംഘം ചേർന്ന് നിൽക്കുന്നുണ്ടായി. അപ്പോൾ അവരതിലൂടെ പാസ് ചെയ്ത് 6 ആൺകുട്ടികളും 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവർ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അവർ നടക്കുന്ന സമയത്ത് ലൈംഗികമായിട്ട് ആദ്യം ഇവർ ക്രോസ് ചെയ്ത് പോകുന്ന നേരത്തെ തന്നെ ലൈംഗികമായിട്ട് ഇങ്ങനെ കമൻ്റടികളും ചൊവ്വയോടുള്ള സംസാരങ്ങൾ ഇങ്ങനെ ആകെ ഉണ്ടായി. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ തെറി വിളിച്ചു തുടങ്ങി. ഇതിലുണ്ടായിരുന്നൊരു സ്ത്രീയാണ് വിളിച്ചവരങ്ങോട്ട് വരുത്തി ഒന്ന് വരണം വന്നിട്ട് പോയി പറഞ്ഞാൽ അവർ അങ്ങോട്ട് വന്ന സമയത്ത് ഇവരെ ഫോൺ വാങ്ങി ഇവർ ഇങ്ങനെ അടുത്ത് വന്നിട്ട് തെറി വിളിക്കുക അങ്ങനെ സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ എത്തിയ സമയത്ത് ഒരു ഫോൺ അത് ഷൂട്ട് ചെയ്യാൻ നോക്കിയാൽ ഫോൺ എടുക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഫോൺ ഉള്ള കൈ എടുത്തിട്ട് തിരിച്ച് ഇതാക്കാൻ വേണ്ടി ശ്രമിച്ചു. പിന്നെ ഫോണ് മുഴുവനായിട്ട് നശിപ്പിച്ചു. 3-4 തവണ നിലത്തെറിഞ്ഞിട്ട് ഫോൺ പൂർണ്ണമായിട്ട് നശിപ്പിച്ച് കളഞ്ഞു. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നീട് ആ ഫോണ് നിലത്ത് നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ഇവരെന്ത് ചെയ്യുന്നത്, കൂട്ടായിട്ട് തലയ്ക്ക് പിടിച്ചിട്ട് ആക്രമിക്കുകയും തലയ്ക്ക് പിടിച്ച് നിലത്തടിക്കുകയും നിലത്തുനിന്ന് ഇങ്ങനെ കാല് പിടിച്ചിട്ട് വലിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഇവിടെ പിന്നെ കഴുത്തിന് താഴെയായിട്ടും ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് പരിക്കുണ്ട്. ഒരു ആക്രമിച്ചതിൻ്റെ ഒരു കലയായിട്ടുണ്ട്. പ്രദീപ് ജോസഫ് ഉണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. പ്രദീപ്, ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു പെൺകുട്ടി ഓടുന്നു, പിന്നാലെ കുറച്ച് യുവാക്കളും ഒരു സ്ത്രീയുമുണ്ട് അല്ലേ? ഒരു ചുവപ്പ് ഡ്രസ്സ് സ്ത്രീയാണെന്ന് കരുതുന്നു. ഇവർ പിന്നാലെ ഓടിപ്പോകുന്നതാണ്. അപ്പോൾ ഇതിന് ശേഷമായിരിക്കണം ഈ ഫോൺ വാങ്ങുകയും തട്ടിപ്പറിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതെന്താണ് ഈ മറുഭാഗത്തിൻ്റെ എന്ത് ചെയ്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ ഈ സംഭവത്തെ വിലയിരുത്താൻ കഴിയില്ല. എങ്കിലും എന്തൊക്കെയാണ് വിവരങ്ങൾ കിട്ടുന്നത്? പോലീസ് എന്ത് പറയുന്നു? ദിവിഷ്, കലൂർ സ്റ്റേഡിയത്തിനടുത്ത് ചക്കാലപ്പാടം റോഡിൽ പുലർച്ചെ 4 മണിക്കും 4:30 മണിക്കും ഇടയിലാണ് സംഭവം. പുലർച്ചെ ജോലി കഴിഞ്ഞെത്തിയ 2 പെൺകുട്ടികൾ ഇതുവഴി നടന്നു പോകുന്നു. ഈ സമയത്ത് 6 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന ഒരു സംഘം അവിടെ ഉണ്ടായിരുന്നു. ഈ 2 പെൺകുട്ടികൾ നടന്നുപോയപ്പോൾ ഈ സംഘത്തിലുണ്ടായിരുന്ന പുരുഷന്മാരിൽ ആരോ ഒരാൾ ഇവരെ കമൻ്റടിക്കുന്നു, ലൈംഗിക ചുവയോടെ സംസാരിക്കുന്നു. ചെറിയൊരു വാക്കേറ്റം എന്ന് പറയാം. ഈ കൂട്ടത്തിലുണ്ടായിരുന്ന, അതായത് ഈ പുരുഷന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സ്ത്രീകളിൽ ഒരാൾ ഈ നടന്നുപോയ പെൺകുട്ടികളെ പുറകോട്ട് വിളിക്കുന്നു. ഇവർ പുറകെ നടന്നെത്തി സംസാരിക്കുന്നതിനിടെ ഈ പെൺകുട്ടികളിൽ ഒരാളുടെ കൈവശമുണ്ടായിരുന്ന ഫോൺ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നു. അങ്ങനെ പിടിച്ചു വാങ്ങുന്നതിനിടയിൽ ഈ പെൺകുട്ടിയുടെ കൈക്ക് പരിക്കേറ്റു. പിന്നീട് ഫോൺ പിടിച്ചു വാങ്ങി 3-4 പ്രാവശ്യം നിലത്തേക്ക് എറിഞ്ഞ് ഉടച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. അതിനുശേഷം ഈ ഒരു സംഭവത്തിന് ശേഷം ഈ 6 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന സംഘം മടങ്ങിപ്പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് ഇത്. എന്തായിരുന്നാലും ഈ പരിക്കേറ്റ ഒരു പെൺകുട്ടിയെ, അതായത് ഫോൺ കയ്യിലിരുന്ന പെൺകുട്ടിക്കാണ് പരിക്കേറ്റത്. ഈ പെൺകുട്ടിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രാഥമിക പരിശോധനകൾക്ക് വിധേയമാക്കി. കൈക്കും ഒപ്പം കഴുത്തിനുമൊക്കെ നേരിയ പരിക്കേറ്റിട്ടുണ്ട്. ശരീരത്ത് വേദനയുണ്ട് എന്നാണ് അറിയിച്ചത്. എന്തായിരുന്നാലും ഇത്തരമൊരു സംഭവമായതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്ന് ആ കാര്യം പോലീസിൽ അറിയിച്ചു. കൂടാതെ കുറച്ചു സമയം മുൻപ് ഇവർ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തു. പോലീസ് ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ താല്പര്യമില്ല എന്നാണ് പെൺകുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ഈ പെൺകുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഇവരുടെ സുഹൃത്തായ ഒരു ചെറുപ്പക്കാരനാണ് കാര്യങ്ങൾ അല്പസമയം മുൻപ് നമ്മളോട് വിശദീകരിക്കുകയും ചെയ്തത്. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഈ സംഭവത്തെക്കുറിച്ച് കൃത്യമായൊരു ധാരണ വൈകാതെ ഉണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. മാത്രമല്ല, എന്താണ് സംഭവിച്ചത്, ഈ നടന്നുപോയ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായോ, അത്തരം കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ഈ 6 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്ന സംഘം അവർ ഇവിടെ തന്നെയുള്ളവരാണോ, ജോലിപരമായ ആവശ്യത്തിനു വേണ്ടി വന്നവരാണോ, പതിവായി ഇങ്ങനെ ഇവിടെ തമ്പടിക്കാറുള്ളതാണോ, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയും ചെയ്യുന്നു. അല്ല പ്രദീപ്, ഇതൊരു രാവിലെ സമയമാണ്. ഇപ്പോൾ നടക്കാനിറങ്ങിയവരൊന്നും അല്ലാന്ന് തോന്നുന്നു. അവരുടെ ഒരു വസ്ത്രധാരണമൊക്കെ കണ്ടിട്ട് അങ്ങനെ രാവിലെ ഇപ്പോൾ നടക്കാൻ ഇറങ്ങുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ വേറെ ഒരു രീതിയിൽ വസ്ത്രധാരണമൊക്കെ കാണും. ഇത് അങ്ങനെയൊന്നും അല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ 4 മണിക്ക് അങ്ങനെ ആ സ്ഥലത്ത് ആളുകൾ തമ്പടിക്കേണ്ട ഒരു സാഹചര്യം എന്താണ്? അതങ്ങനെ പതിവുള്ളതാണോ അവിടെ? ഇവർ തമ്മിൽ എന്തെങ്കിലും അല്ലാത്ത പ്രശ്നങ്ങളുണ്ടോ? ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യം മാത്രം കണ്ടൊന്നും, ഇത് ഈ ഇഷ്യൂ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണോ പ്രദീപ് നമ്മൾ ഈ കാണുന്നത്?
അല്ല ദിവിഷ്, ഈ സംഭവത്തിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്നൊന്നും വ്യക്തമാവില്ല. ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ദൃശ്യത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്കാരെയും കുറ്റക്കാരനാക്കാനോ അങ്ങനെയൊന്നും കഴിയുകയുമില്ല. ഈ ആളുകൾ, ഈ പരിസരത്ത് തന്നെയുള്ള ആളുകൾ, ഇവിടെ താമസിക്കുന്ന ആളുകൾ, ഒരു പക്ഷേ വിവിധ പ്രദേശത്തു നിന്ന് വന്ന് താമസിക്കുന്നവരാവാം. അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇവരിൽ ആരെങ്കിലും നേരിൽ കണ്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുവെങ്കിൽ മാത്രമേ പോലീസിനും ഒരു വ്യക്തമായ വിവരം കിട്ടുകയുള്ളൂ. ഒരുപക്ഷെ നടക്കാൻ ഇറങ്ങിയവരാകാം, അതല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ജോലി കഴിഞ്ഞെത്തിയ സംഘത്തിൽപ്പെട്ടവരാവാം ഈ 6 പുരുഷന്മാരും 2 സ്ത്രീകളും അടങ്ങുന്നവർ എന്ന് പറയുന്നത്. അതുമല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഒരു സംഘമാകാം, കാപ്പി കുടിക്കാനോ മറ്റോ പുറത്തേക്ക് ഇറങ്ങിയതോ ഒക്കെ ആവാം. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പോലീസിനും ഇനിയും ഒരു വിവരം ലഭ്യമായി വരുന്നതുള്ളൂ. പ്രദേശത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശമൊന്നുമല്ല, ധാരാളം ആൾവാസമുള്ള ഒരുപാട് വീടുകളുള്ളതാണെന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുമല്ലോ. CCTV ദൃശ്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ CCTV ദൃശ്യങ്ങൾ കണ്ടെത്തി അവ പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. ശരി. എന്തായാലും ഇതാണിപ്പോൾ ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ. കൊച്ചി കല്ലൂരിൽ വെച്ചാണ്. നഗരത്തിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഒരു ഇടവഴിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. ജോലി കഴിഞ്ഞ് വരികയായിരുന്ന പെൺകുട്ടികളെ കുറച്ച് പേർ കമൻ്റ് അടിച്ചു, പിന്നീട് ദേഹോപദ്രവം ഏൽപ്പിച്ചു, ഫോൺ വാങ്ങി നശിപ്പിച്ചു എന്നതാണ് പരാതി. ഇപ്പോൾ ഇതിന് ശേഷമുള്ളൊരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഒരു പെൺകുട്ടി ഓടുന്നു, ആ പിന്നാലെ കുറച്ച് ചെറുപ്പക്കാരും ഒരു സ്ത്രീയും അവർക്കൊപ്പമുണ്ട്. ഇതെന്താണ് സംഭവിച്ചതെന്ന് കൂടുതൽ അന്വേഷണത്തിൽ കൂടി മാത്രമേ വ്യക്തമാകൂ. കമൻ്റ് അടിച്ചു, ലൈംഗികപരമായുള്ള സംസാരങ്ങളുണ്ടായി, അതിനെ ചോദ്യം ചെയ്തു എന്നതാണ് സുഹൃത്തിൻ്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി സദാചാര ഗുണ്ടായുസത്തിൻ്റെ ഒരു രൂപമാണോ എന്നൊന്നും അറിയില്ല. പോലീസ് അന്വേഷിക്കട്ടെ. കൂടുതൽ ദൃശ്യങ്ങളോ അല്ലെങ്കിൽ കൂടുതൽ പ്രതികരണങ്ങൾ വന്നാൽ നമുക്ക് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതാണിപ്പോൾ നിലവിൽ ലഭ്യമായ ദൃശ്യങ്ങളും വിവരങ്ങളും.